ഒരിക്കൽ പോലും മുന്തിരി ജ്യൂസ് സ്വന്തമായിട്ട് അടിച്ചു കുടിക്കാത്ത ഞാൻ ഈ ഒരു നോമ്പ് വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് അത് ട്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ തവണയായി. ഇപ്പോൾ അതില്ലാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട്. അപ്പൊ മുന്തിരിയൊക്കെ ഇതാ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു വാങ്ങിച്ചു വെച്ചത്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വേഗം വാഷ് ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര മുന്തിരി ജ്യൂസിൽ ഇട്ടിട്ടില്ലെങ്കിലുള്ള അവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പഞ്ചസാര ഇട്ടാലും നമുക്ക് അതിന്റെ ആ പുളിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഉണ്ടാവും. അപ്പൊ അതൊന്നും ആലോചിച്ചിട്ടില്ല. പഞ്ചസാര ഒക്കെ ഇടാതെ തന്നെ വേഗം തന്നെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് തണുത്തതിന് ശേഷം വേഗം ഫ്രിഡ്ജിൽ കയറ്റി വെക്കാന്നുള്ള ലെവലിന് അങ്ങനെ വെച്ചിട്ട് ഇതാ ഞാൻ പിന്നെ അടിച്ചു വാരാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഹാളിലും കിച്ചണും ഒക്കെ ഇന്നലെ അടിച്ചു വാരി തുടച്ചെടുത്തതാണ്. സിറ്റ് ഔട്ട് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ AC ഓടുന്ന ഒരു ബോക്സ് അന്നിരിക്കുന്നതാണ് സിറ്റ് ഔട്ടിൽ. ഇതിനൊരു സ്ഥാനം കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ പിന്നെ അതൊക്കെ ബാക്കിൽ കൊണ്ടുപോയി വെച്ച് എന്തായാലും കളയില്ല. എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഉപകരിക്കുമല്ലോ. നല്ല ബോക്സ് ആണ് കേട്ടോ. അപ്പോഴേക്കും ഇതാ മിന്നൂസ് ഉറങ്ങിയിട്ടുണ്ട്. നമ്മുടെ മുന്തിരി ജ്യൂസിൻ്റെതാ മുന്തിരിയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം ഇതാ സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെയല്ല കേട്ടോ. പണി തുടങ്ങാൻ പോകുമ്പോഴാണ് ഈ ഒരു ക്ലീനിങ് വരുന്നത്. അപ്പോൾ ഇത്തിരി റഫായ പോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോഴേക്കും ഇതാ ഞാൻ നാരങ്ങകളൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മിന്നു ഉറങ്ങിയ വന്നപ്പോൾ മിന്നുനും കൊടുത്തു. ഷാന സ്കൂൾ വിട്ട് വന്നപ്പോൾ ഷാനാക്കും കൊടുത്തു കേട്ടോ. ഇതൊക്കെ സ്കൂൾ വിട്ട് വന്ന് കുടിക്കുന്ന സമയത്ത് സ്വർഗം കിട്ടിയ പോലെ ആയിരിക്കും. നല്ല തണുപ്പും ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിൽ. ഉമ്മയൊക്കെ ഇങ്ങനെ ഓരോന്നും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും റെഡിയാക്കി വെക്കും. അങ്ങനെ ഇതാ ഞാൻ കടയിൽ പോയിട്ട് പഞ്ചസാരയും തണ്ണിമത്തനും ഒക്കെ വാങ്ങിച്ചൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷാനതാ മൊബൈലും നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതില് കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വേഗം തുറന്നു നോക്കിയതാണ് കേട്ടോ. വണ്ടിയിലേക്ക് എടുത്തു വെക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മുട്ട ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ തണ്ണിമത്തൻ ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ടാട്ടോ വാങ്ങല്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പഞ്ചസാര ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കലക്കണ നാരങ്ങ വെള്ളം വൈകുന്നേരത്തോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കലക്കി വെച്ചു. പിന്നെ ഓറഞ്ച് കണ്ടപ്പോൾ അതൊരു 3-4 വാങ്ങിച്ചു. ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പോകുന്ന സമയത്ത് അങ്ങനെ വാങ്ങുക ചെയ്യട്ടോ. പിന്നെ അതുപോലെ കുറച്ച് കോഴിമുട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുനാരങ്ങ നല്ല പഴുത്ത് തൊടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ അതും ഒരു 2 വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോമ്പ് കഴിയോളം ആവശ്യമുണ്ടല്ലോ. അപ്പൊ ഈ ഒരു ട്രേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ കറിവേപ്പില സ്റ്റോർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഈ ഒരു ഇതിന്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇതിൽ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ അല്ലിയൊക്കെ ആ തണ്ടിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഇങ്ങനെ വെക്കാണ് കേട്ടോ ചെയ്യുക. കുറേ കാലത്തിനുണ്ടാവും. കുറേ കാലം മീൻസ് ഒരു 2 വീക്സിന് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.